നിങ്ങൾ വായിച്ച ടൈറ്റിൽ കറക്റ്റാണ്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ നിങ്ങൾക്കൊരു 70mm ഐമാക്സിൽ, ട്രൂ ഐമാക്സിൽ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ അതിന് വാർണർ ബ്രദേഴ്സും ക്രിസ്റ്റഫർ നോളനും ലെജൻഡറി പിക്ചേഴ്സും കൂടി വിചാരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അധികം പേർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ ഒരു സർക്കിൾ വരാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സംഭവം. കാരണം ഇത് ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു സംഭവം അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ നിലകൊള്ളുന്ന അവസാനത്തെ 70mm ഐമാക്സിൻ്റെ ഗതി ഇങ്ങനെ ആവുമായിരുന്നില്ല എന്നെനിക്കൊരു തോന്നൽ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു പ്രോബ്ലമാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തെ ടാഗ് ചെയ്തും അദ്ദേഹത്തിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റുമായിരുന്നേനെ. സോ ഐ ഹോപ്പ് ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള സംവിധായകനെ മലയാളിയായിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്കറിയാമെങ്കിൽ അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയാൽ നമ്മുടെ വലിയ വിജയമായിരിക്കും. ഐ ഡോണ്ട് ഈവൻ നോ എനിബഡി ഹൂ നോസ് ക്രിസ്റ്റഫർ നോളൻ. ആ ഒരു ആളെ അറിയാൻ, അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യം അദ്ദേഹത്തൊന്ന് അറിയിക്കണം. ഇന്ത്യയിൽ ഒരു 70mm ഐമാക്സ് ബാക്കിയുണ്ടേ, ഒരെണ്ണം. ഗുജറാത്ത് സയൻസ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് അഹമ്മദാബാദിൽ 70mm ഐമാക്സ് ഇപ്പോഴും നിലകൊള്ളുന്നു, ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷേ ഉള്ളി പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഡോക്യുമെൻ്ററീസ് മാത്രം കാണിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ ഡോക്യുമെൻ്ററീസ് മാത്രം കാണിക്കാൻ പറ്റുള്ളൂ എന്നല്ല. അവിടെ റീലില്ല. ഫിലിം റീൽ ഉണ്ടെങ്കിലല്ലേ സിനിമ കാണിക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ ഇനി ബാക്കി ശേഷി നിൽക്കുന്നത് 2 ഫിലിം റീൽസാണ്. അതും ഡോക്യുമെൻ്ററിയുടെ റീൽസാണ്. ഫിലിം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഫിലിമില്ലേ, ഫിലിം എന്ന് പറയുന്ന സാധനം, സിനിമയല്ല, ഫിലിം. അപ്പോൾ 70mm ഐമാക്സ് ഫിലിം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തിയേറ്ററാണ്. അപ്പോൾ പക്ഷേ അവിടെ ഉള്ളത് ഇപ്പോൾ 2 ഡോക്യുമെൻ്ററീസിൻ്റെ ഫിലിം റീൽസ് മാത്രമാണ് ഉള്ളത്. ഓപ്പൺഹൈമർ അല്ലെങ്കിൽ നോളൻ്റെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഫിലിം പ്രിൻ്റ് കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഒരു വെന്യൂവിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം ദേ ആർ വില്ലിങ് ടു ഷോ ദിസ്. അവിടെ അവർക്ക് പ്രിൻ്റ് കിട്ടിയാൽ, അവർക്ക് ഫിലിം റീൽ കിട്ടിയാൽ അവിടെ സിനിമ അവർ കാണിക്കാൻ റെഡിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു തിയേറ്ററാണ്. അവർക്ക്, എനിക്കറിയില്ല അവർക്ക് അതിനുള്ള ബഡ്ജറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാവാം ഇൻഫോർമേഷൻ ഇസ് അൺക്ലിയർ. എനിക്ക് അവരെ വിളിച്ചു വയ്ക്കാനൊന്നും ഒരു രീതിയിലുള്ള ഒരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എന്തായാലും വൈകാതെ ഈ പറഞ്ഞ തിയേറ്റർ ഞാൻ വിസിറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഈ അവസാനമായി നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഏക 70mm ഐമാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നേരത്തെ ചെയ്യുന്നത്. എനിക്കത് നിങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പല അവസരങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഞാൻ എന്തായാലും ഈ തിയേറ്റർ അടഞ്ഞു പോകുന്നതിന് മുന്നേ, അടഞ്ഞു പോകരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അടഞ്ഞു പോകുന്നതിന് മുന്നേ ഞാനും നിങ്ങളും ഒക്കെ ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. കാരണം ഇതൊരു ലെജൻഡറി സ്പോട്ടാണ്. ഇന്ത്യയിൽ വഡാല, സയൻസ് സിറ്റി ഗുജറാത്ത്, പ്രസാദ്, 2 രഞ്ജൻ ഐമാക്സ് എന്ന് പറഞ്ഞ സംഭവം, 5 70mm ഐമാക്സ് ഉണ്ടായിരുന്ന സ്ഥലമാണത്. അതിൽ വഡാല 70mm അല്ല, ഡോം ഐമാക്സ് ആണ്. എന്നാലും ഞാൻ പറയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ഗംഭീരമായ ഒരു സാധനം ഇന്ത്യയിലുണ്ടായിരുന്നു. ആദ്യം തന്നെ അതിന് നന്ദി പറയേണ്ടത് ആഡ് ലാബ്സ് എന്ന് പറഞ്ഞ ആളുകളോടാണ്. അവർ കൃഷി എന്നുള്ള സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അവരുടേതായിരുന്നു ആദ്യത്തെ ഐമാക്സ്. അതും ഒരു ഐമാക്സ് ഡോമായിരുന്നു. ഐമാക്സ് ഡോം തിയേറ്ററിന് വഡാല, മുംബൈ. അതിപ്പോൾ കഴിഞ്ഞ മാസം അത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. കുറേ നാൾ അടഞ്ഞു കിടക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കാർണിവൽ സിനിമാസ് അത് ഏറ്റെടുത്തിട്ട് അവസാനം വിജയിക്കാതെ പോയി. ഡോം തിയേറ്ററിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റിയത് സാധാ ഡിജിറ്റൽ ഐമാക്സ് ആക്കി മാറ്റിയിരുന്നു. അത് വിജയിച്ചില്ല. കാരണം അവിടെ മുംബൈയിൽ ഒരുപാട് വേറെ ഐമാക്സുകളുണ്ട്, ലേസർ ഐമാക്സ് ഉൾപ്പെടെ. അതുകൊണ്ട് അത് വിജയിക്കാതെ പോയി. മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണത്താലൊക്കെയാണെന്നാണ് അവിടെ മുംബൈയിലുള്ളവർ പറയപ്പെടുന്നത്. അപ്പോൾ അതിപ്പോൾ പുനരാവിഷ്കരിച്ച് മിറാജ് ഗ്രൂപ്പ് എന്നുള്ള ടീം ഫുള്ളി അപ്ഗ്രേഡ് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനോടുകൂടിയുള്ള വഡാല മിറാജ് ഐമാക്സ് ആയിട്ട് റീഓപ്പൺ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. എന്നിട്ടും നമ്മുടെ 70mm ഐമാക്സിൻ്റെ ഗുജറാത്ത്, അഹമ്മദാബാദുള്ള തിയേറ്ററിൻ്റെ അവസ്ഥ കഷ്ടം തന്നെയാണ്, പരിതാപകരമാണ്. അവിടെ ഭയങ്കര അവസ്ഥയാണ്. തീരെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ
എന്നിട്ട് ഒരു വിധത്തിൽ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു കരച്ചിൽ വീഡിയോ ആണോ എന്ന് പറഞ്ഞാൽ കരച്ചിൽ വീഡിയോ ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ ഐമാക്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഐമാക്സ് എന്താണെന്ന് അറിയാവുന്നവർ, ഐമാക്സ് 70mm എക്സ്പീരിയൻസ് ചെയ്തവരുടെ രോദനമാണ് ഈ വീഡിയോ. ഞാൻ എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും കളക്റ്റീവായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു ഐമാക്സ് നിലനിൽക്കണം എന്നുള്ളത്, അവിടെ സിനിമകൾ വരണം എന്നുള്ളത്. ഡോക്യുമെൻ്ററീസ് മാത്രമല്ല, അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ശ്രേയ് ത്യാഗിയും KD ക്ലൗഡി കൗസ്തുഭൊക്കെ പോയി അവിടെ ഡോക്യുമെൻ്ററീസ് കണ്ടിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് ദ ട്രൂ ഐമാക്സ് എക്സ്പീരിയൻസ് തന്നെയാണ്, വേറെ ലെവലാണ്. പ്രസാദ് ഐമാക്സ് ആയിരുന്ന ടൈമിലും അവിടെയും സിനിമ കണ്ടിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഒരേ എക്സ്പീരിയൻസ്, ഒരു രക്ഷയില്ല, ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഇത് ആരെങ്കിലും ഏറ്റെടുക്കണം എന്നുള്ള രീതി. എൻ്റെ ഒരു ആഗ്രഹമാണ് പ്രസാദ് ഗ്രൂപ്പ് അല്ലെങ്കിൽ PVR അല്ലെങ്കിൽ ഇനോക്സ് അല്ലെങ്കിൽ മിറാജ് ആരെങ്കിലും ദയവീത് ഈ തിയേറ്റർ ഏറ്റെടുക്കണം. എനിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും അറിയില്ല, പക്ഷേ സിൻസ് ഇറ്റ് ഈസ് എ ഗവൺമെൻറ് വെഞ്ചർ, ഒരു സയൻസ് സിറ്റിയുടെ അകത്തുള്ള വെഞ്ചർ ആയതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അത് ലാസ്റ്റ് സാധനമാണ്, നമ്മുടെ കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞൊരു സംഭവം ഇനി ഇല്ല വേറെ. വേൾഡിൽ തന്നെ ആകെ 10-11 സ്ക്രീന് ഇനി 70mm ഐമാക്സ് ബാക്കിയുള്ളു. ഇൻട്രസ്റ്റെല്ലാർ പോലുള്ള സിനിമകൾ അതിൻ്റെ പൂർണ്ണതയെ കാണിക്കാൻ പറ്റിയ ഐമാക്സുകൾ ആകെ വളരെ കുറച്ചേ ലോകത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഒരെണ്ണം ഉണ്ട്, അത് മിക്കവർക്കും അറിയില്ലേ. മിക്കവരുടെയും വിചാരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്. ആ ലാസ്റ്റ് കച്ചിത്തുരുമ്പ്, ആ ലാസ്റ്റ് ഹാൻഡ് ഇപ്പോഴും ഉണ്ട്. അവരെ പിടിച്ചു കയറ്റാൻ ഒരാളെ കിട്ടിയാൽ മതി. നിങ്ങളാൽ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും, എനിബഡി ഹൂസ് ക്ലോസ് enough to reach Mr. Christopher Nolan, please let him know there is an IMAX 70mm theater in India that is on its verge of shutting down. Please help them out. Please send out your movie reels. Karam it is very expensive and not feasible for them at the moment to get reels from outside of India. So please help them. There is no other theater in India that can do justice to your movies. Please, Mr. Christopher Nolan, we are badly wanting to see your movies in 70mm IMAX. And I know you would understand how we feel about it, because you are truly fan of IMAX theaters and you know it better than us. So please do send out the reels. They do badly need it, and we do badly need it, and we want our IMAX to still remain a 70mm IMAX. This is the last one we have. This is the last resort. I don't know what else to do. On being a content creator, this is the least I can do. This is the maximum I can do to let you know there is a theater that is left out here for your reels to come. Please, I'm begging of you to send out any of your movie reels so that people can experience how you visioned your movies to be. എനിക്ക് ഇതല്ലാതെ വേറെ എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ഇമോഷണലി ഡൗൺ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റിലൊന്നാണ് ഈ സിനിമ ഞാൻ പണ്ട് ഐമാക്സിൽ പോയി കാണാൻ പറ്റാത്തത്. ഞാൻ ഈ സിനിമ കണ്ടത് ഒബ്രോൺ മോള് പണ്ട് സിനി മാക്സ് ആയിരുന്നപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആരാധകന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ സിനിമ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള ഡയറക്ടറിനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺഹൈമർ റിലീസ് ചെയ്തപ്പോൾ ഓടിപ്പോയി ഞാൻ മുംബൈ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഞാൻ പ്രീമിയർ ഷോ രാത്രി 12 മണിക്കത്തെ ഷോ തന്നെ ഞാൻ ഓപ്പൺഹൈമർ കാണാനായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് തിയേറ്റർ എന്ന് അറിയപ്പെടുന്ന കോള പ്രൊജക്ഷനോടുകൂടിയുള്ള PVR ഐക്കോൺ ലോവർ പെരയിൽ പോയി ഞാൻ ഈ സിനിമ കണ്ടത് ഓപ്പൺഹൈമർ. ബട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് അതൊന്നും അല്ല കാണേണ്ട പടം. നോളൻ സംവിധാനം ചെയ്തിട്ടുള്ള പ്രസ്റ്റീജ്, ഇൻസെപ്ഷൻ, ഇൻട്രസ്റ്റെല്ലാർ, ഡൺകിർക്ക്, ടെനറ്റ്, ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. ഈ സിനിമകൾ വേണോടെ ഒരു 70mm ഐമാക്സ് അല്ലെങ്കിൽ 1570 ഐമാക്സിൽ പോയി കാണാൻ. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കുറേ പേരുടെ വിചാരം അവതാറൊക്കെയാണ് ഐമാക്സിൽ കാണേണ്ടതാണ്. അവതാർ കാണണം തീർച്ചയായിട്ടും, പക്ഷേ അവതാർ ഇസ് നോട്ട് ആൻ ഐമാക്സ് ക്യാമറ ഷോട്ട് മൂവി, അല്ലെങ്കിൽ അങ്ങനെ വേണം പറയാൻ. കാരണം അത് ആക്ച്വലി എടുത്തിരിക്കുന്ന ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറ ആയിട്ടുള്ള സോണി വെനിസ് ക്യാമറയിലാണ്. പക്ഷേ എന്നാലും അത് ഗംഭീരമായ അനുഭവമാണ്, ഒന്നും പറയാനില്ല. അവതാർ 1 ഐമാക്സിൽ കണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്. അവതാർ 2 ഐമാക്സിൽ കണ്ട ആളായതുകൊണ്ട് ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്. ബട്ട് സ്റ്റിൽ
എടി ക്രിസ്റ്റഫർ നോളൻ്റെ മൂവീസ് ഐമാക്സിൽ കാണുന്ന ഫീൽ അത് വേറെ ലെവലാണെന്നാണ് എല്ലാവരും പറഞ്ഞറിഞ്ഞിരിക്കുന്നത്. മാൻ ഓഫ് സ്റ്റീൽ എന്നുള്ള സിനിമ ക്രിസ്റ്റഫർ നോളൻ പ്രൊഡ്യൂസ് ചെയ്തതാണ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. ഡയറക്റ്റഡ് ബൈ നൺ അതർ ദാൻ ദ ലെജൻഡറി സാക്ക് സ്നൈഡർ. മാൻ ഓഫ് സ്റ്റീൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഐമാക്സ് 70mm എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അവനവിടെ പോയി കണ്ടാണ്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വരെ വണ്ടി ഓടിച്ച് പോയ ഒരു എന്നെപ്പോലുള്ള ഒരു ഭ്രാന്തനാണ്. ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. ആനന്ദം എന്നുള്ള സിനിമ, പൂക്കാലം എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, തട്ടത്തിമറയത്ത്, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ബാംഗ്ലൂർ ഡേയ്സ്, തിര, ഇതിൻ്റെയൊക്കെ സഹസംവിധാനമായ ഗണേഷ് രാജ്. അവൻ അന്ന് കാണിച്ച ഭ്രാന്തായി തോന്നിയെങ്കിലും പിന്നീട് വെൻ ഐ എക്സ്പീരിയൻസ്ഡ് what an IMAX is, now I know അതൊരു ഭ്രാന്തല്ല, അത് സ്നേഹം മാത്രമാണെന്നുള്ളത്. ഈ ഐമാക്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിനോടും ആ ഫോർമാറ്റിനോടുള്ള കടുത്തമായ ആരാധനയും സ്നേഹമാണത്. അത് അവിടെ പോയി കണ്ട ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഹി വാസ് ലക്കി ഇനഫ് ടു വാച്ച് ദ ഡാർക്ക് നൈറ്റ് റൈസസ്, ഇൻ്റർസ്റ്റെല്ലാർ ആൻഡ് മാൻ ഓഫ് സ്റ്റീൽ അറ്റ് പ്രസാദ്. എനിക്ക് കടുത്ത അസൂയാണ് നിന്നോടത്. അത് എടുത്ത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം വെച്ച് കഴിഞ്ഞാൽ I can't imagine how it would have been. അത് എനിക്കൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഇവിടുത്തെ ഐമാക്സിൻ്റെ അവസ്ഥ ഇതാണ്. ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് എ പോർഷൻ ഓഫ് വാട്ട് ഐ സെഡ് റീച്ചസ് മിസ്റ്റർ ക്രിസ്റ്റഫർ നോളൻ. അത് എൻ്റെ വായിന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ റീച്ച് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് റീച്ച് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എന്നെപ്പറ്റി പറയണ്ട, ഒന്നും പറയണ്ട, ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് പോലും പുള്ളി അറിയണ്ട, അല്ലെങ്കിൽ അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. മൈ ഇൻറ്റൻഷൻ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഐ വോണ്ട് മിസ്റ്റർ ക്രിസ്റ്റഫർ നോളൻ ടു നോ സച്ച് എ തിയേറ്റർ എക്സിസ്റ്റ് ഇൻ ഗുജറാത്ത്, അഹമ്മദാബാദ്. അത് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി എനിക്ക് ഏതറ്റം വരെ പോകാമോ അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അഡ്മിറ്റ് ഇറ്റ് ഇസ് എ കരച്ചിൽ വീഡിയോ. എൻ്റെ സങ്കടം തന്നെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്രസ് ചെയ്യണം. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പേര് സെർച്ച് ചെയ്താൽ FRK വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ എല്ലായിടത്തും പോയി കരഞ്ഞ് മെഴുകിയിട്ടുണ്ട്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അത്ര സങ്കടമുണ്ട്, എനിക്ക് അത്ര ആഗ്രഹമുണ്ട് നോളൻ്റെ മൂവീസ് ഐമാക്സിൽ കാണുമെന്നുള്ള. കണ്ടിട്ടുണ്ട് ഓപ്പൺഹൈമർ, പക്ഷേ അതുപോലെ അല്ലടേ. എൻ്റെ മനസ്സിൽ പ്രസ്റ്റീജ് എനിക്ക് ഐമാക്സിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇൻസെപ്ഷൻ ഐമാക്സിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള 3 ആളുകൾ ഒരു സിനിമയിൽ വന്ന ഒരു പടമാണ്. എൻ്റെ ഫേവറേറ്റ് ആക്ടറായ ഡിക്കാപ്രിയോ, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സായ നോളൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസീഷ്യൻസായ ഹാൻസ് സിമർ, എല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു ഗംഭീര പടം. അത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഐ കുഡൻറ്റ് വാച്ച് ഇറ്റ് ഇൻ ആൻ ഐമാക്സ്. അതിൻ്റെ റിഗ്രറ്റ് ഭയങ്കരമാണ്. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവൻ എപ്പോഴും ഐമാക്സ് എന്ന് പറയണമെന്നുള്ളത്. എടേ, ഒരു തവണയെങ്കിലും ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ലേസർ ഓർ എ 70mm ഐമാക്സ് യു വുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. എനിക്കത് വേറെ വഴിയില്ല. അതായത് ഇതൊരു മധുരമുള്ള ഫുഡ് കഴിക്കണ പോലെയാണ്. ആ ഫുഡ് രുചിച്ച് നോക്കാതെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അത് കറക്റ്റായിട്ടുള്ള സംഭവം ചോദിച്ചു നോക്കണം. ഏതെങ്കിലും ഒരു സീനോൺ ഐമാക്സ് ഒന്നും അല്ല, ഒരു ലേസർ ഐമാക്സ് അല്ലെങ്കിൽ എ കോള ഐമാക്സ്, എൻ XT ഐമാക്സ്, ഓർ ഇഫ് യു ആർ ലക്കി ഇനഫ് ടു എക്സ്പീരിയൻസ് എ 70mm ഐമാക്സ് എക്സ്പീരിയൻസ് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവിടെ ഞാൻ എന്താ പറയണമെന്നുള്ളത്. അല്ലാത്തവർക്ക് ഇത് ഒരുത്തൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ ഐമാക്സിൻ്റെ വീഡിയോ എന്ത് കോപ്പാണ് ഈ ഐമാക്സ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുള്ളൂ. ഐ വോണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മൈറ്റ് ഫീൽ, ബട്ട് ദോസ് ഹു നോ, ഇഫ് യു നോ യു വുഡ് നോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. അപ്പോൾ പ്ലീസ് ഗെറ്റ് ദ വേർഡ് ഔട്ട് ടു മിസ്റ്റർ നോളൻ. ലെജൻഡറി പിക്ചേഴ്സ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, Warner Brothers, I know you have a office in India. Please go visit Gujarat Science City, Ahmedabad 70mm IMAX. പ്ലീസ് നിങ്ങളതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും why I am saying this. നിങ്ങൾക്ക് പറ്റും. At the end of the day you are gonna benefit a lot from that. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 70mm IMAXിൽ ഇൻ്റർസ്റ്റെല്ലാർ ഇന്ത്യയിൽ കാണാൻ പറ്റുമെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും ആ തിയേറ്ററിൽ തിരക്കുന്നുള്ളത്. പ്ലീസ്, I beg of you guys. I don't know what else to do. As a creator, ഇതിക്കുള്ള എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. My resources are limited. I don't even know like anyone would watch this video or not. But if at all somebody who knows Mr. Nolan watches this, ഞാൻ അങ്ങനെയാണ്, ഞാൻ എറിഞ്ഞു നോക്കുകയാണ്. കൊള്ളുമെന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷേ കൊണ്ടാൽ എൻ്റെ വീഡിയോ തന്നെ കാണുമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ,
എനിക്ക് ആ ഇൻഫർമേഷൻ പുള്ളിയുടെ ചെവിയിലെത്തിയാൽ മതി. ഇന്ത്യയിൽ ഒരു 70mm ഐമാക്സ് ബാക്കി ഇരിപ്പുണ്ട്. അവിടെ ഡോക്യുമെൻ്ററീസ് മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഫിലിം റീല് കിട്ടിയാൽ ഇറ്റ് വുഡ് ചേഞ്ച് ദ കോഴ്സ്. ഇറ്റ് വുഡ് ബി എ ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റ്. അത്ര എനിക്ക് പറയാനുള്ളത്. കാരണം ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് നോ ദിസ്. വഡാല ഐമാക്സ് വെൻ ഇറ്റ് വാസ് ഇൻ ഇറ്റ്സ് വേർജ് ഓഫ് ഷട്ടിങ് ഡൗൺ, ആ ലാസ്റ്റ് മിനിറ്റ് ക്രിസ്റ്റഫർ നോളൻ അത് അറിഞ്ഞിട്ട് ഡൺകിർക്ക് എന്നുള്ള സിനിമയുടെ റീലോടുകൂടി വന്ന് പുള്ളി അവിടെ 70mm ആ ഒരു തിയേറ്ററിൽ ഹീ ഡിഡ് എ പ്രീമിയർ ഷോ. അതെ, മിസ്റ്റർ ക്രിസ്റ്റഫർ നോളൻ വഡാല മുംബൈ ഐമാക്സിൽ വന്ന് ഡൺകിർക്ക് ആരാധകരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ, അതിൽ വലിയ ഒരു സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യലി ഓൾസോ ഹി ഡിഡ് ഇറ്റ് so that true fans of IMAXs could see the movie in 70mm format. അപ്പോൾ ഞാനിത് വലിയ സ്കെയിലിൽ ആലോചിക്കുകയാണ്. ഇതൊരു ബിഗ് ത്രോ ആണ്. ബട്ട് എൻ്റെ മോനെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. കാരണം ആസ് എ ക്രിയേറ്റർ എനിക്കൊരു വലിയ വിജയമായിരിക്കും ഇത്. അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതാവണതിൻ്റെ അല്ല, ഐ കുഡ് ഹെൽപ്പ് ഇൻ ഡൂയിങ് ദിസ്. എന്തെങ്കിലും രീതിയിൽ ഇതൊരു ഹെൽപ്പ് ആയാലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കളിയാക്കാൻ വരും, അതൊക്കെ വരും, ഒരു കുഴപ്പമില്ലടേ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അൺലെസ് വി ട്രൈ വി വോണ്ട് ഗെറ്റ് എ റിസൾട്ട്. ഞാൻ ഇതുപോലെ ഒരു ട്രൈ നടത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. പണ്ട് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നുള്ള സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വലിയൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. കാരണം ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു ലീപ്പ് എടുത്തുകൊണ്ട്, എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, എ ബ്ലൈൻഡ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ മാർവൽ ആൻഡ് ഡിസ്നീനെ അപ്രോച്ച് ചെയ്തു. ഇന്ത്യയിൽ ഇന്നേ വരെ പ്രീമിയർ ഷോ ഫോർ ഹോളിവുഡ് മൂവീസൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ഫാൻസ് ഷോ, ഒരു ട്രൂ ഫാൻ ഷോ, നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ സിനിമയുടെ ഫാൻ ഷോ നടക്കുന്ന പോലെ ഒരു ഫാൻ ഷോ ഇതുവരെ നടന്നിട്ടില്ല എന്ന്. ആൻഡ് യു നോ വാട്ട്, ദി റെസ്പോണ്ടഡ്. ഏപ്രിൽ 29, 2019 അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം രാവിലെ ഏർലി മോർണിംഗ് ഫാൻ ഷോ അറ്റ് എം സിനിമാസ് നടത്തിയത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്, വിത്ത് ദ അപ്രൂവൽ ഓഫ് മാർവൽ ആൻഡ് ഡിസ്നി ആൻഡ് ആ സമയത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറായ UTV പിക്ചേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതുപോലെ എറിഞ്ഞു നോക്കിയതാണ്. കുറേ എറിഞ്ഞു, ഒരെണ്ണം കൊണ്ടു. നമ്മുടെ ജനനം തന്നെ എങ്ങനെയാണ്, കുറേ പോകും, അതിൽ ഒരെണ്ണം വിജയിച്ച് നമ്മളായി മാറും. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. മറ്റുള്ളവർ കളിയാക്കും, ഒരുപാട് പേര് കളിയാക്കും. അന്ന് തന്നെ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു, നിനക്ക് ഭ്രാന്തല്ലേ മറ്റേ മാസം, ഒരുപാട് പേര് കുത്തുവാക്ക് പറയുന്നതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കാണിച്ചു കൊടുത്തു, നമ്മളിവർ ഹെൽപ്പ് ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നമ്മൾ ഹെൽപ്പിന് വേണ്ടി കൈ നീട്ടുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് ചിലപ്പോൾ ഹെൽപ്പ് വരും. അത് നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിനോടുള്ള വിശ്വാസമോ അല്ലെങ്കിൽ സ്നേഹം കണ്ടിട്ടായിരിക്കും അത് വരുന്നത്. രത്തൻ ടാറ്റയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനൊരു ചെറിയ പയ്യനായിരുന്നു, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ആ പയ്യൻ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടാകുമോ രത്തൻ ടാറ്റയെ പോലെ ഒരാൾ ആയിട്ട് അങ്ങനെ സൗഹൃദം കിട്ടും എന്നുള്ളത്? അത് ആ ഒരു അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ വിഷനോടുള്ള ഒരു ഭ്രമം കാരണം അവസാനം വന്ന കൂട്ടുകെട്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്ന വേറൊന്നുമല്ല, ആസ് എ ക്രിയേറ്റർ, ആസ് എ മാർവൽ ഫാൻ, ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എന്നാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഇതുകൊണ്ടൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടായ, ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലൊരു സംഭവം ഉണ്ടായി. ഞാനിവിടെ ഒരു കേരളത്തിൽ കൊച്ചിയിലിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് അതെങ്ങാലും അതിൻ്റെ കോണ്ടൻറ്റ്, ഞാൻ വീണ്ടും പറയണം, എൻ്റെ വീഡിയോ അല്ല, അതിൻ്റെ കോണ്ടൻറ്റ്, ഇങ്ങനൊരു തിയേറ്റർ ഉള്ള കാര്യം മിസ്റ്റർ ക്രിസ്റ്റഫർ നോളൻ്റെ
ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ, and he decides to send over the 70mm reels of his movies, man, I am happy. I would be happy. ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വലിയ സന്തോഷത്തിന് കാരണമായി മാറും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ. അത് ഇൻഡയറക്റ്റ്ലിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ദയവ് ഇത് ഞാൻ ആരോടും അങ്ങനെ പറയാത്തതിനാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് അല്ലെങ്കിൽ ഇതുപോലെ കോണ്ടൻസ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ സിമിലർ കോണ്ടൻസ് ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് ദിസ് മെസ്സേജ്. ഇതിപ്പോൾ ട്രാൻസ്ഫോമേഴ്സിലെ ലാസ്റ്റ് ഡയലോഗ്, കോളിംഗ് ഓൾ ഓട്ടോബോട്ട്സ് ഇഫ് യു ഹിയർ ദിസ് മെസ്സേജ് എന്ന് പറയുന്ന പോലെ, ഐമാക്സ് ലവേഴ്സ് ഇഫ് യു ഹിയർ ദിസ് മെസ്സേജ് ഓൾ ഓവർ ഇന്ത്യ, there is an IMAX, there is a 70mm true IMAX in India at Ahmedabad, Gujarat Science City. Please let this information reach Mr. Christopher Nolan and please request him to send over 70mm IMAX reels of his movies. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.